ഇന്ദുലക്ഷ്മി ഭാഗം 16. ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് കിച്ചു ലക്ഷ്മിയെ നോക്കി. മുന്നിലേക്കിട്ട മുടി 2 വിരലുകളിൽ ചുറ്റുകയും അഴിക്കുകയും ചെയ്തുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കിയിരുന്നു. ഇറങ്ങുന്നില്ലേ? കിച്ചു ചോദിച്ചപ്പോൾ ലക്ഷ്മി ദയനീയമായി അവനെ നോക്കി. ഏട്ടൻ പോയി അമ്മയോട് സംസാരിക്ക്, ഞാൻ പിന്നെ വരാം. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും കിഷോർ പുറത്തേക്കിറങ്ങിയിട്ട് മറുവശത്തെ ഡോർ തുറന്നു. മീനാക്ഷി ഏതോ സിനിമയും കണ്ടിരിക്കുന്നു. അകത്തേക്ക് വന്ന കിച്ചുവിനെ കണ്ട് അവർ മുഖം ചുളിച്ചു. വന്നോ? പെറ്റതള്ള ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അന്വേഷിക്കാത്ത ഒരുത്തനാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. അമ്മയുടെ പരാതി തീർത്തേക്കാം. ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും. കിഷോർ തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി. അകത്തേക്ക് വരാതെ സിറ്റൗട്ടിൽ നിന്ന് പരുങ്ങുകയാണ്. ഒന്ന് തറപ്പിച്ചു നോക്കിയപ്പോൾ അവൾ അകത്തേക്ക് വന്നു. ഇവളെന്താ ഇവിടെ? മീനാക്ഷി ലക്ഷ്മിയെ അടിമുടി നോക്കി. പിന്നെ എന്തോ ഒരാലോചനയോടെ തുടർന്നു. ഞാനും ഓർത്തു, ലക്ഷ്മി ഉണ്ടെങ്കിൽ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. നിന്റെ ഭാര്യയ്ക്ക് എന്നോടൊന്നും മിണ്ടാൻ സമയമില്ലല്ലോ. ഇത്രയും ദിവസമായിട്ടും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നി അവൾക്ക്. അതെങ്ങനാ? ഉദ്യോഗക്കാരിയല്ലേ. ലക്ഷ്മി ഇവിടെ നിന്നോട്ടെ. ഒരു ജോലിക്കാരിയെ നിർത്തിയ മാസം 10,000 കൊടുക്കണം. ഇവളാകുമ്പോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളുമല്ലോ. ഇനി ഇന്ദു എതിര് പറയുവോ? ആര് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അമ്മ സമ്മതിച്ചല്ലോ, അത് മതി. കിഷോർ ലക്ഷ്മിയുടെ ബാഗും എടുത്ത് അവന്റെ റൂമിലേക്ക് പോയി. മീനാക്ഷി ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. നിന്റെ സാഹചര്യമൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ പറഞ്ഞുവിടുന്നത്? ആ പിന്നെ ഇന്ദുവിനോട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ലച്ചു! റൂമിൽ നിന്ന് കിച്ചു വിളിച്ചു. മീനാക്ഷിയെ ഒന്ന് നോക്കിയിട്ട് അവൾ അങ്ങോട്ട് പോയി. നീ ഡ്രസ്സൊക്കെ മാറുന്നില്ലേ? അമ്മ നിന്നോട് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ മറന്നോ? ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നിർത്തിയിട്ട് കിഷോർ ഹാളിലേക്ക് പോയി. റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി. അവളെന്തിനാ നിന്റെ റൂമിലേക്ക് വന്നത്? മീനാക്ഷി അവനെ തറപ്പിച്ചു നോക്കി. അമ്മയോടൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഞാൻ അവളെ വിവാഹം ചെയ്തു. എന്ത്? മീനാക്ഷിയുടെ കണ്ണു മിഴിഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന്. അവളിനി എന്റെ കൂടെ ഇവിടെ ഉണ്ടാവും. കിച്ചു! മീനാക്ഷി അലറി. അമ്മ ബഹളം വെക്കണ്ട, എനിക്ക് അവളില്ലാതെ പറ്റില്ല. കിഷോർ റിമോട്ട് എടുത്ത് ടിവിയുടെ ചാനൽ മാറ്റി. നീയും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലേ? മീനാക്ഷിയുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിറയ്ക്കുന്നതും കണ്ട കിച്ചുവിന് വിഷമം തോന്നി. അമ്മ ഇത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടോളാം. പിന്നെ ലക്ഷ്മി നാളെ മുതൽ എന്റെ കൂടെ വന്നോട്ടെ. എനിക്കും ഒരു സഹായമാവും, അവൾക്കൊരു ജോലിയും. ഇവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ പ്രശ്നം. അമ്മയ്ക്ക് സഹായത്തിന് നിർത്തിയിരിക്കുന്ന ശാന്തേച്ചിയെ പറഞ്ഞുവിടേണ്ട. പകലൊക്കെ അമ്മയ്ക്ക് സംസാരിക്കാനും ആളായി. ലക്ഷ്മിക്കൊരു സഹായമായി. ഞാൻ സമ്മതിക്കില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യമില്ലാത്ത പെണ്ണ് ശാപം കിട്ടിയവളാ. അങ്ങനെ ഒരുത്തി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഇന്ദുവിന് ദോഷമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പെണ്ണിനെ നോക്കാം. കിച്ചു, അമ്മ പറയുന്നത് കേക്ക്. ലക്ഷ്മി ഇവിടെ നിന്നോട്ടെ. മീനാക്ഷി സ്വരം കുറച്ച് മയപ്പെടുത്തി. അമ്മ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ എടുത്ത് വളർത്താം. ഇതിന്റെ പേരിൽ ഇറങ്ങിപ്പോകാനാണ് പ്ലാനെങ്കിൽ ഇനി അമ്മാവന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് അമ്മയും അടുത്തു. ഇനി ഇതിന്റെ പേരിൽ ലക്ഷ്മിയുടെ യുദ്ധത്തിന് പോകണ്ട. കിഷോർ പറഞ്ഞു നിർത്തി. അടുക്കളയിൽ നിന്ന് ശാന്ത എത്തി നോക്കുന്നത് കൂടി കണ്ടതോടെ മീനാക്ഷി സങ്കടവും ദേഷ്യവും കൊണ്ട് ഉരുകി. അപ്പോഴേക്കും ലക്ഷ്മി ഡ്രസ്സ് മാറി ഒരു നൈറ്റി ധരിച്ചുകൊണ്ട് വാതിൽ തുറന്നു. ലച്ചുവും കേട്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ. നാളെ രാവിലെ റെഡിയായി നിൽക്കണം. ഇവിടെ ഇരുന്ന് അമ്മ പറയുന്നതും കേട്ട് വീണ്ടും ഓരോന്ന് പറഞ്ഞു വന്ന എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ലക്ഷ്മി തലയാട്ടി. നീ കഴിക്കാനെടുക്ക്. ലക്ഷ്മി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ശാന്ത ആഹാരം തയ്യാറാക്കിയിരുന്നു. അവൾ അതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. അമ്മ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ആ വേണ്ട. ലച്ചു നീ കഴിക്ക്. മീനാക്ഷി ലക്ഷ്മിയെ തുറിച്ചു നോക്കി. അവൾ പതർച്ചയോടെ നിന്നു. ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്തിനാ പിന്നെയാക്കുന്നത്? എനിക്കൊന്ന് പുറത്തു പോണം. നീയും വാ. സത്യം പറയാലോ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് കണ്ടുപിടിച്ച് നീ പെട്ടിയും പാക്ക് ചെയ്ത് പോയിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് 2 പേരും പുറത്തേക്ക് പോയി. മീനാക്ഷിയുടെ മനസ്സിൽ അവളോടുള്ള പക ഏറിക്കൊണ്ടിരുന്നു. സാർ,
ആ ഇന്ദു വരൂ. രാഹുൽ മേശപ്പുറത്ത് നിന്ന് ഒരു വെഡ്ഡിംഗ് കാർഡ് ഇന്ദുവിന് നേരെ നീട്ടി. രാഹുൽ വെഡ്സ് ശിവന്യ. കാര്യങ്ങളൊക്കെ രേവു പറഞ്ഞു കാണുമല്ലോ, എന്തു വരണം? ശരി സാർ. രാഹുൽ ഒരു കവർ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ദാ ഇത് രേവു തരാൻ പറഞ്ഞു. ഇന്ദു കവർ തുറന്നു നോക്കി. ഒരു സാരിയാണ്. സാർ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എടോ, അത് ഞാൻ വാങ്ങിയതല്ല. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത കൂട്ടത്തില് അവള് തനിക്കെടുത്തതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. ഇന്ദു തല കുലുക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. രാത്രി രേവതി വിളിച്ചു. ഡീ, ബിനുവേട്ടൻ വന്ന കേട്ടോ ഇന്നലെ. അവളുടെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞു നിന്നു. ആഹാ, എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? ഞാനും അറിഞ്ഞില്ല. രാഹുലേട്ടനും കിച്ചുവേട്ടനും അറിയായിരുന്നു, എന്നോട് പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, ഏട്ടൻ കല്യാണം പറഞ്ഞില്ലേ? ഇനി അന്ന് വേറെ എക്സ്ക്യൂസസ് ഒന്നും പറയരുത് കേട്ടല്ലോ. തലേ ദിവസം തന്നെ എത്തണം. ഹേ ഇല്ല, ഞാൻ വരും. നിന്റെ ഏട്ടത്തി വന്നു കഴിഞ്ഞാ നീ എന്നെ ഓർക്കുവോ? അതെന്താ ഓർക്കാത്തത്? ആരൊക്കെ വന്നാലും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പിന്നെ ഏട്ടത്തിയും പാവാട്ടോ, എന്നെ എന്നും വിളിച്ച് സംസാരിക്കും. മിന്നുവിനോടും നല്ല സ്നേഹ. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ഒരു നൊമ്പരം തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. രാഹുൽ ഇപ്പോൾ അധിക ദിവസവും ബേക്കറിയിൽ വരാറില്ല. അമ്പിളി നാട്ടിൽ പോയിരിക്കുകയാണ്. വിവാഹം അടുത്തപ്പോൾ ഇന്ദുവിന് അങ്ങോട്ട് പോകാൻ മടി തോന്നി. നേരത്തെ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ സാഹചര്യമല്ല. ഒരുപാട് ബന്ധുക്കൾ വരും. അവരുടെ ഇടയിൽ താനൊരു ബുദ്ധിമുട്ടാകും. രേവതിയോട് പറഞ്ഞില്ലെങ്കിലും ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 2 ദിവസം മുൻപേ ലക്ഷ്മിയും കിച്ചുവും ഹോസ്റ്റലിൽ നിന്നും ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തി. നേരെ പോയത് രാഹുലിന്റെ വീട്ടിലാണ്. രേവതി ബിനുവിനെ പരിചയപ്പെടുത്തി. മിന്നുമോൾ അച്ഛന്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. ലക്ഷ്മിയും രേവതിയും ഇന്ദുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. മീനാക്ഷിയമ്മ എന്ത് പറയുന്നു ചേച്ചി? ഫ്രഷായി വന്ന് ചായ കുടിക്കുമ്പോൾ ഇന്ദു ചോദിച്ചു. എന്നോടിപ്പോഴും നല്ല ദേഷ്യമുണ്ട്. ഇടയ്ക്ക് നോക്കി കണ്ണുരുട്ടുന്നതും പല്ല് കടിക്കുന്നതും ശപിക്കുന്നതും ഒക്കെ കാണാം. ചിലപ്പോഴൊക്കെ ഇരുന്ന് കരയും. കാണുമ്പോ എനിക്കും വിഷമം തോന്നും. ലക്ഷ്മി പറഞ്ഞപ്പോൾ രേവതി അവളെ നോക്കി പേടിപ്പിച്ചു. ലച്ചു ചേച്ചി ഒരിക്കലും നന്നാവില്ല കേട്ടോ ഇന്ദു. നമുക്ക് ചേച്ചി 2000 എപ്പിസോഡ് സീരിയലിലെ സർവ്വസഹായായ നായികയായി അഭിനയിപ്പിച്ചാലോ? നന്നായിരിക്കും അല്ലേ? അത് ശരിയാ, ചേച്ചി തകർക്കും. ഇന്ദുവും ശരിവെച്ചു. കുറച്ചു കഴിഞ്ഞ് രാഹുലും വന്നു. കിച്ചുവും ബിനോയും രാഹുലും ചേർന്ന് മുറ്റത്തിരുന്ന സംസാരമായി. പെണ്ണുങ്ങളെല്ലാം അകത്തും. കുറച്ചു കഴിഞ്ഞ് കിച്ചുവും പ്രായമായ 2 പേരും അകത്തേക്ക് വന്നു. ശ്രീദേവി അവരുടെ അടുത്തേക്ക് ചെന്നു. അത് രാഹുലിന്റെ അമ്മാവനാണ്. ശിവന്യ പുള്ളിയുടെ ഭാര്യയുടെ ബന്ധുവാണ്. അവരെന്തോ പറയുന്നത് കേട്ട് ശ്രീദേവി കരയുന്നത് കണ്ട ലക്ഷ്മിയും ഇന്ദുവും പരസ്പരം നോക്കി. എന്താ ഇച്ചേട്ടാ? രേവതി അവിടെ ഇരുന്ന് വിളിച്ചു ചോദിച്ചു. കിഷോർ അവരുടെ അടുത്തെത്തി. ശിവന്യയ്ക്ക് കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു. വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ആ പയ്യൻ വന്ന് വിളിച്ചപ്പോൾ അവള് കൂടെ പോയി. ഈശ്വരാ, ഇനി എന്ത് ചെയ്യും? രേവതി സങ്കടം കൊണ്ട് എല്ലാവരെയും നോക്കി. എന്നാലും ഈ ടീച്ചർമാർക്കൊക്കെ ഇത്രയും ധൈര്യമുള്ളോ? ഇത് കുറച്ച് നേരത്തെ ആക്കായിരുന്നില്ലേ? ലക്ഷ്മി ആരോടെന്നില്ലാതെ പറഞ്ഞു. ചേച്ചിയെ പോലെ ധൈര്യമുള്ള ആരെങ്കിലും ആവും. എന്തായാലും മുഹൂർത്തം വരെ കാത്തുനിന്നില്ലല്ലോ. ഇന്ദു അടക്കം പറഞ്ഞു. ഇത്രയും നേരം സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം പെട്ടെന്ന് ശോകമൂകമായി. ശ്രീദേവി കരഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. കിച്ചുവും ബിനുവും അമ്മാവനും കൂടി ശിവന്യയുടെ വീട്ടിലേക്ക് പോയി. രാഹുൽ മിന്നുവുമായി അകത്തേക്കും. ശ്രീദേവി കണ്ണു തുടയ്ക്കുന്നത് കണ്ട അവൻ അവരുടെ അടുത്ത് വന്നു. കരയാൻ വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ല. വേറൊരാളെയും മനസ്സിൽ വെച്ചിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലതല്ലേ? ആ കൊച്ച് അതിനിഷ്ടമുള്ള ആളിൻ്റെ കൂടെ ജീവിച്ചോട്ടെ. അവൻ റൂമിലേക്ക് പോയിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ഇരുന്നു. ബിനോയിയും കിച്ചുവും ശിവന്യയുടെ വീട്ടിൽ നിന്നും എത്തുമ്പോൾ ശ്രീദേവി അവരെ കാത്തിരിപ്പുണ്ട്. എല്ലാരും കിടന്നോ? രാഹുൽ എവിടെ? കിഷോർ ചോദിച്ചു. റൂമിലുണ്ട്, ആരും ഒന്നും കഴിച്ചിട്ടില്ല. കിഷോറും ബിനോയും മുകളിലേക്ക് പോയി. രാഹുൽ മൊബൈലുമായി കട്ടിലിരിക്കുകയാണ്. അവിടെ അടാറ് സീനാണ്, കൂട്ടക്കരച്ചില്. പെണ്ണിന്റെ അമ്മാവന് വയറ് നിറച്ചു കൊടുത്തു. ഇതിനൊക്കെ കേസ് കൊടുക്കേണ്ടതാ. ബിനു പല്ല് കടിച്ചു. എന്നിട്ട് എന്തിനാ? പോയവള് പോട്ടെ, ഇനി അടുത്ത വഴി എന്തെന്ന് ആലോചിക്കാം. നീ വിഷമിക്കണ്ട. കിഷോർ പറഞ്ഞപ്പോൾ രാഹുൽ മുഖമുയർത്തി. എന്ത് വിഷമം? അവള് പോയാൽ എനിക്കൊന്നുമില്ല. പക്ഷേ അവൾക്ക് നേരത്തെ ഒരു വാക്ക് പറയായിരുന്നു.
അത് വിടടാ, കല്യാണത്തിന് 2 ദിവസം കൂടിയില്ലേ. ശിവന്യക്ക് പകരം നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ. രാഹുൽ കിഷോറിനെ തറപ്പിച്ചു നോക്കി. പെൺകുട്ടികൾ എന്താ കടയിൽ നിരത്തി വെച്ചിരിക്കുന്ന പാവകളാണോ? തോന്നുമ്പോ ചെന്ന് സെലക്ട് ചെയ്യാൻ. കിഷോർ എന്തോ ആലോചനയോടെ ഇരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരിക്കാതെ താഴേക്ക് വാ, എനിക്ക് വിശക്കുന്നു. രേവുവിന് മരുന്നും കഴിക്കാനുള്ളതാ. രാഹുൽ എണീറ്റു. ലക്ഷ്മിയും എന്തും കൂടി ആഹാരം വിളമ്പി. ശ്രീദേവിയുടെ മുഖം കരഞ്ഞു വീർത്തിരുന്നു. ഇപ്പോഴും സാരിത്തുമ്പ കൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാതെ കരയരുതെന്ന്. രാഹുൽ ശബ്ദമുയർത്തിയതോടെ അവർ വിതുമ്പാൻ തുടങ്ങി. ഇങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല മക്കളെ. ഇനിയിപ്പോ ക്ഷണിച്ചവരോടൊക്കെ എന്ത് പറയും? എനിക്കൊരു സമാധാനവും ഇല്ല. ഈ കല്യാണം തന്നെ വേണമെന്ന് അമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം. നല്ല പാരമ്പര്യവും തറവാട്ട് മഹിമയും ജോലിയൊക്കെ ഉള്ള പെൺകുട്ടിയല്ലേ. പോരാത്തതിന് അമ്മാവന്റെ ബന്ധു. നന്നായിപ്പോയി, രേവതി ആരോടെന്നില്ലാതെ പറഞ്ഞു. മതി, എല്ലാവരും കഴിക്ക്, പിന്നെ സംസാരിക്കാം, ലക്ഷ്മി എല്ലാവരോടുമായി പറഞ്ഞു. രാഹുൽ ഭാവഭേദമൊന്നുമില്ലാതെ 4-5 ചപ്പാത്തി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഇന്ദു, മോൾ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ, നീ പോയി നോക്കണേ. ഉണർന്നാൽ ആരും അടുത്തില്ലെങ്കിൽ കരച്ചിലാവും. രേവതി പറഞ്ഞപ്പോൾ ഇന്ദുവും പോയി. നമുക്ക് കല്യാണം തീരുമാനിച്ച ദിവസം തന്നെ നടത്തിയാലോ? ഇന്ദുവിനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. രേവു എല്ലാവരെയും മാറി മാറി നോക്കി. നല്ല കാര്യമാണ്. ശ്രീയമ്മ എന്തു പറയുന്നു? കിഷോർ ശ്രീദേവിയെ നോക്കി. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഏട്ടൻ സമ്മതിക്കുമെന്നാ. അമ്മയുടെ ഒരു ഏട്ടൻ. ഇനിയും മതിയായില്ലേ? എനിക്ക് ആദ്യം ഇന്ദുവിനെ ഇഷ്ടമായിരുന്നു. അവൾ നമുക്കും അറിയാവുന്നതല്ലേ. ഏട്ടനും എതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്കായിരുന്നു വാശി. രേവതി പറഞ്ഞപ്പോൾ ശ്രീദേവി മുഖം കുനിച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നിങ്ങൾ ഇന്ദുവിനോട് സംസാരിക്ക്. ഞങ്ങള് രാഹുലിന്റെ കൂടെ ഉണ്ടാവും. ഇന്ദു മിന്നുമോളുടെ കൂടെ കിടക്കുകയാണ്. ലക്ഷ്മിയും രേവതിയും അവളുടെ അടുത്തിരുന്നു. എന്നാലും എൻ്റെ ഏട്ടന് ഇങ്ങനൊരു വിധി വന്നല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ശിവന് എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. രേവതി കരയാൻ തുടങ്ങി. നീ വെറുതെ കരഞ്ഞ് ഓരോന്ന് വരുത്തി വെക്കല്ലേ മോളെ. നമ്മുടെ പരിചയത്തില് ഏതെങ്കിലും കുട്ടികൾ കാണില്ലേ? ശ്രീരിമാമന്റെ മോള് കൃഷ്ണയെ നോക്കിയാലോ? ലക്ഷ്മി അഭിപ്രായപ്പെട്ടു. ഏയ്, അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, രേവതി പറഞ്ഞു. എങ്കിൽ രമ അമ്മായിയുടെ മൂത്ത മോളായാലോ? ആ പെണ്ണോ? മേക്കപ്പ് വാങ്ങാനേ അതിന് സമയമുള്ളൂ. ഏട്ടന് അതൊന്നും ഇഷ്ടാവില്ല. പിന്നെ ഇപ്പോ ആരാ? ലക്ഷ്മി ചേച്ചിയുടെ ഇളയ അനിയത്തി ആയാലോ? ഇന്ദു പെട്ടെന്ന് ചോദിച്ചു. അച്ചോ, അവള് പഠിക്കുവല്ലേ. പഠിച്ച ഒരു ജോലിയായിട്ടേ അവള് കല്യാണം കഴിക്കൂ. മാത്രമല്ല പ്രായ വ്യത്യാസമുണ്ട്, ലക്ഷ്മി തടസ്സം പറഞ്ഞു. അല്ലെങ്കിലും ഇത്രയും പെട്ടെന്നൊന്നും ഒരു പെൺകുട്ടിയും വിവാഹത്തിന് സമ്മതിക്കില്ല. പാവം ഏട്ടൻ. രേവതി വീണ്ടും കരയാൻ തുടങ്ങി. നീ ഇങ്ങനെ കരയല്ലേ രേവു, ഇന്ദു അവളെ ആശ്വസിപ്പിച്ചു. ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പിന്നെ ഒരാളുണ്ട്, പക്ഷേ സമ്മതിക്കോന്നറിയില്ല. ലക്ഷ്മി പറഞ്ഞപ്പോൾ ഇന്ദു ചെറിയ ടെൻഷനോടെ അവളെ നോക്കി. ആരായാലും സാരയില്ല, ഞാൻ കാല് പിടിച്ചിട്ടായാലും സമ്മതിപ്പിക്കാം. രേവതി ഉത്സാഹത്തോടെ എണീറ്റു. ലക്ഷ്മി ഇന്ദുവിന്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഇന്ദു, നിനക്കവനെ വിവാഹം ചെയ്തൂടെ? ഇന്ദു പതർച്ചയോടെ രണ്ടുപേരെയും നോക്കി. രേവതി പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ചേച്ചി, അത് ശരിയാകില്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്താ ശരിയാകാത്തത്? നിനക്കേ യോഗ്യതയുള്ളൂ. നീ ആലോചിച്ചിട്ട് സമ്മതിച്ചാൽ മതി. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ സമ്മതിക്കും. അല്ലെങ്കിൽ നിനക്കിങ്ങനൊരു കൂട്ടുകാരി ഇല്ലെന്ന് വിചാരിച്ചാൽ മതി, രേവതി ഭീഷണിപ്പെടുത്തി. ഇന്ദു നിസ്സഹായായിരുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ അമ്മയോട് സംസാരിക്കാൻ ശ്രീയമ്മയോട് പറയാം. ഇപ്പൊ കിടന്നു. രേവു, നീയും കിടക്ക്. ലക്ഷ്മി റൂമിന് പുറത്തേക്ക് നടക്കുമ്പോൾ കിച്ചുവും ബിനുവും രാഹുലിനോട് സംസാരിക്കുകയാണ്. എന്തായി, ഇന്ദു സമ്മതിച്ചോ? കിഷോർ ലക്ഷ്മിയെ കണ്ട് ചോദിച്ചു. ഒരുവിധം സമ്മതിപ്പിച്ചു. നാളെ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. ജാതകം നോക്കണം, ശ്രീദേവി ഇടയിൽ കയറി. അതൊക്കെ നോക്കാം. അവള് സമ്മതിച്ചപ്പോ ഇവൻ ഒടുക്കത്തെ ജാട, ബിനു രാഹുലിനെ കുറ്റപ്പെടുത്തി. ജാടയൊന്നും അല്ല എടുത്തി. ശിവനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഇന്ദുവിനോട് ഈ കാര്യം ഞാൻ ചോദിച്ചതാ. അന്ന് അവൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞതല്ലേ. ഇപ്പോ സമ്മതിച്ചത് സഹതാപം കൊണ്ടാവും. അല്ലെങ്കിൽ ഏട്ടത്തിയും രേവും അത്രയും നിർബന്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും സമ്മതിച്ചല്ലോ. നിനക്കും അവളോട് സഹതാപം തന്നെയല്ലേ. സഹതാപവും കൂടി സ്നേഹം ആയിക്കോളും, അല്ലേ അളിയ? ബിനോയ് കിച്ചുവിനെ നോക്കി, കിച്ചു രാഹുലിനെയും.
എടാ, പണ്ട് നിനക്കേതോ ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? അവളിപ്പോ എവിടെയാ? അത് ആ എനിക്കറിയില്ല. രാഹുലിന്റെ മുഖം വിളറി. അത് ശരിയാണല്ലോ, രേവു എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ബിനു പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് അന്വേഷിക്കാലോ. ഇവന് ഭാഗ്യമുണ്ടെങ്കിൽ കല്യാണമൊന്നും നടന്നു കാണില്ല. ആ കൊച്ചിന്റെ പേരെന്താ? വീടെവിടെയാ? നമ്മുടെ നാട്ടിലുള്ള കുട്ടിയല്ലേ? കിഷോർ ഒന്നിനു പിറകെ ഒന്നായി ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു. ഓഹ്, എല്ലാരും കൂടി മനുഷ്യന് കുറച്ച് സമാധാനം തരുവോ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ കല്യാണം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇന്ദുവോ ചന്ദ്രനോ ആരെയായാലും എനിക്ക് സമ്മത, പോരെ? അതിന് നീ എന്തിനാ ചൂടാവുന്നത്? ബിനോയ് അമ്പരന്നു. എന്റെ അളിയ, ഈ വീട്ടിൽ എനിക്കൊന്ന് ചൂടാകാനും അവകാശമില്ലേ? നേരെ ഒരുപാടായി, എല്ലാരും പോയി കിടക്ക്. രാഹുൽ വേഗം പോയി കട്ടിലേക്ക് വീണു. ഇവൻ എന്താ പറ്റി? മൊത്തത്തിലൊരു വെപ്രാളം. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബിനോയ് ചോദിച്ചു. കിഷോർ ചിരിച്ചതേയുള്ളൂ. കിഷോറും ലക്ഷ്മിയും വീട്ടിലേക്ക് മടങ്ങി. രാത്രി കുറേ നേരം രേവതി ഇന്ദുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാഹുലിന്റെ കുട്ടിക്കാലം മുതൽ അവൻ ഈ പ്രായം എത്തുന്നതുവരെയുള്ള കാര്യങ്ങൾ. ഇന്ദു ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. രേവു ഉറക്കമായപ്പോൾ അവൾ എണീറ്റ് മൊബൈൽ എടുത്ത് അമ്പിളിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഉറക്കപ്പിച്ചോടെ എണീറ്റ് അമ്പിളി ഇന്ദു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചാടി എണീറ്റു. എന്റെ പൊന്നുമോളെ, നീ സമ്മതിക്ക്. ഇതിപ്പോ 2ാം തവണയാണ് നിനക്ക് ചാൻസ് കിട്ടുന്നത്. അത് തട്ടിയെറിയല്ലേ. ഇനിയൊരു ചാൻസ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നാലും ചേച്ചി, എനിക്കെന്തോ ഒരു... ഇന്ദുവിനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അമ്പിളി തുടർന്നു. നിനക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ ശിവന്യക്ക് നന്ദി പറയണം. നീ ഇപ്പൊ വേറെ ഒന്നും ഓർക്കണ്ട. രാഹുലിനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഇന്ദു പിന്നെയും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. രാവിലെ കിഷോർ ശ്രീദേവിയുമായി ഇന്ദുവിന്റെ വീട്ടിൽ പോയി അവളുടെ ചെറിയമ്മയുമായി സംസാരിച്ചു. അവർ വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും എതിരൊന്നും പറഞ്ഞില്ല. അമ്മു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. രാവിലെ ഉറങ്ങിക്കിടന്ന ഇന്ദുവിനെ ലക്ഷ്മിയും രേവുവും കൂടി കുത്തിപ്പൊക്കി. കുളി കഴിഞ്ഞിറങ്ങി അവൾ റൂമിലിരിക്കുന്ന അമ്പിളിയെ കണ്ട് അമ്പരന്നു. ലക്ഷ്മിയും കിഷോറും അമ്പിളിയും അവളെയും കൂട്ടി കടയിലേക്ക് പുറപ്പെട്ടു. കല്യാണത്തിനൊടുക്കാനുള്ള സാരി സെലക്ട് ചെയ്തതൊക്കെ ലക്ഷ്മിയും അമ്പിളിയും ചേർന്നാണ്. ജ്വല്ലറിയിൽ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും ഇന്ദു വേണ്ട വേണ്ടാന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ. നിന്നോടൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുള്ള ചെറിയൊരു പ്രായശ്ചിത്താണെന്ന് കരുതിയാൽ മതി. കിഷോർ കൂടി പറഞ്ഞപ്പോൾ 2 നേരിയ നെക്ലസും 4 വളകളും പാദസരവും കമ്മലും മോതിരവും എടുത്തു. അമ്പിളിയെ ഹോസ്റ്റലിലാക്കി തിരികെ വീട്ടിലെത്തിയപ്പോൾ പന്തലിന്റെ പണി പുരോഗമിക്കുകയാണ്. എവിടെയാ 2 ദിവസമായിട്ട് രണ്ടുപേരും കടന്ന് ഓടുന്നത്? അറിഞ്ഞോ? ശ്രീദേവിയുടെ മോന്റെ കല്യാണം മുടങ്ങി. ആത്മാർത്ഥ സ്നേഹിതൻ അത് അറിഞ്ഞില്ലേ? കിച്ചുവും ലക്ഷ്മിയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി പറഞ്ഞു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. ആന്നോ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പോ കണ്ടിട്ടുകൂടി രാഹുൽ ഒന്നും പറഞ്ഞില്ല. അവിടെ പന്തലിടുന്നുണ്ടല്ലോ. കിഷോർ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് സംശയമായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശാന്ത വെറുതെ പറയില്ല. ഏതായാലും കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാലോ. കിഷോറും ലക്ഷ്മിയും പരസ്പരം നോക്കി. ഇന്ദുവിന്റെ കാര്യം തൽക്കാലം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഏതു വിധേനയും അമ്മ അത് മുടക്കാൻ നോക്കും. അന്ന് ഉച്ചയോടെ ഇന്ദു സ്വന്തം വീട്ടിലേക്ക് പോയി. രാത്രി അമ്മു ഇന്ദുവിന്റെ കൂടെയാണ് കിടന്നത്. ഉറങ്ങാതെ കിടക്കുമ്പോൾ ഇന്ദു കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള തന്റെ കല്യാണ ദിവസത്തെക്കുറിച്ചാണ് ഓർത്തത്. കിഷോറിന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കടന്നു ചെന്നത് മുതൽ ഇന്ന് വരെ ഉണ്ടായ കാര്യങ്ങൾ. ഈശ്വരാ, ഞാൻ ഇതൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്ന് പോലും അറിയില്ല. ഇനിയും പരീക്ഷിക്കരുതേ. രാഹുലിന് എന്താകും എന്നോടുള്ള മനോഭാവം? ഇഷ്ടമുള്ളതായി തോന്നിയിട്ടില്ല. എല്ലാവരും നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാകും. രേവുവും ലക്ഷ്മി ചേച്ചിയൊക്കെ ഉള്ളതാണ് ആകെ ഒരാശ്വാസം. എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ അമ്മുവാണ് വിളിച്ചുണർത്തിയത്. കുളിച്ചു വന്നപ്പോൾ ലക്ഷ്മിയും അമ്പിളിയും വന്നിട്ടുണ്ട്. ചെറിയമ്മ വിളമ്പിയ ആഹാരം കഴിച്ചു. ലക്ഷ്മിയും അമ്മുവും ചേർന്ന് ഒരുക്കി. പിങ്ക് കളറിലുള്ള സാരി ഉടുത്തു. മുടി മെടഞ്ഞിട്ട് മുല്ലപ്പൂവ് ചൂടി. ചെറുതായി മേക്കപ്പ് ഇട്ടു. ലക്ഷ്മി ബാഗ് തുറന്ന് അവളെ ഒരു നെക്ലസ് അണിയിച്ചു. വേണ്ടാന്ന് പറയണ്ട, ഇതെന്റെ സമ്മാനമാണ്. ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല എനിക്ക് നിന്നോടുള്ള കടപ്പാട്. ലക്ഷ്മി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അമ്പിളി 2 വളകൾ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഇന്ദുവിന്റെ കണ്ണുകൾ ഈറനായി. കണ്ണ് നിറച്ച് ആ മേക്കപ്പ് കളയല്ലേ ചേച്ചി, അമ്മു അവളെ ചുറ്റിപ്പിടിച്ചു പറഞ്ഞു. എല്ലാവരും പുറപ്പെട്ടു.
വധുവിനായുള്ള റൂമിലിരിക്കുമ്പോൾ ഇന്ദുവിന് ആകെ ഒരു പരവേശം അനുഭവപ്പെട്ടു. ഒരു ധൈര്യത്തിനായി അമ്മുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ആരൊക്കെയോ ചേർന്ന് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശുഭമുഹൂർത്തത്തിൽ രാഹുൽ താലി ചാർത്തി അവളെ സ്വന്തമാക്കി.